നീതി നിമിത്തം, എല്ലാവരും ചേർന്നിട്ടോടൊപ്പം പറഞ്ഞാട്ട്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പൊ ഈ നീതി എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്ന സന്ദേശം? ദൈവത്തിന്റെ വിശ്വസ്തത, അത് നീതിയും സത്യവും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ദൈവത്തിന്റെ വിശ്വസ്തത, അതിലെന്തുണ്ട്? നീതിയും സത്യവും ഉൾപ്പെടുന്നു. നാം തിരിച്ചറിയേണ്ട ഒരു സത്യം ഇതാണ്: ഈ ലോകത്തിൽ ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാമോ? ദുരിതങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും നാം വിധേയമാകേണ്ടി വരും എന്ന് ഈ തിരുവെഴുത്ത് ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ സഹനങ്ങൾ ആവശ്യമായിരിക്കുന്നു. യഥാർത്ഥ പ്രതിഫലം എന്ന് പറയുന്നത് ഈ ലോകം തരുന്നതല്ല, അത് സ്വർഗ രാജ്യത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പൊ സ്വർഗത്തിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കേണ്ടത്? പ്രതിഫലം നൽകേണ്ടത്. അപ്പോൾ സഹനങ്ങൾ എന്ന് പറയുന്നത്, കഷ്ടതകൾ എന്ന് പറയുന്നത്, വേദനകൾ എന്ന് പറയുന്നത്, അത് ദൈവദൃഷ്ടിയിൽ വളരെ പ്രതിഫലം അർഹിക്കുന്നതാണ്. എത്ര പേർക്ക് ആമേൻ സ്തോത്രം ചെയ്യാൻ കഴിയും? നിങ്ങൾക്കറിയാമോ, വിശുദ്ധ ബൈബിൾ ഗ്രന്ഥങ്ങളിൽ പഴയ നിയമ പശ്ചാത്തലം മുഴുവൻ പഠിച്ചുകൊള്ളുക. കയ്യിന്റെ ചരിത്രം മുതൽ ഇങ്ങ് സക്രിയാവ് വരെ പഴയ നിയമ പുസ്തകത്തിൽ, അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം മുതൽ, സ്നാപയോഹന്നാന്റെ കാലഘട്ടം മുതൽ ഇന്നിയോളം വരെ പഠിച്ചു നോക്കുക. എവിടെയൊക്കെ അഭിഷിക്തന്മാർ നീതിക്ക് വേണ്ടി, അതായത് ദൈവത്തിന്റെ വിശ്വസ്തതയിൽ നിന്നുകൊണ്ട് സത്യത്തിനു വേണ്ടി നിന്നിട്ടുണ്ടോ, അവരെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും സഹനങ്ങളും ഏറ്റുവാങ്ങുന്നവരാണ്. അതുകൂടാതെ അവർ രക്തസാക്ഷികളായി മാറി എന്നുള്ളത് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. വിശുദ്ധ കരങ്ങളിലൂടെ ഓരോ നിമിഷവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നത് ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. നമുക്ക് അത് മാത്രമേ ഉള്ളൂ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവം. അതുകൊണ്ട് ആത്മീയ ശുശ്രൂഷയ്ക്ക് അതിന്റെ മഹത്വമുണ്ട്, അതിനകത്ത് ദൈവശക്തിയുണ്ട്, അതിനകത്ത് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്, ദൈവിക സമാധാനമുണ്ട് എന്ന് തിരുവെഴുത്ത് പറയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ദാനിയേലിനെ എന്ന് പറയുന്ന അഭിഷിക്തൻ ദൈവ വചനം പാലിച്ചത് കൊണ്ടാണ് സിംഹക്കൂട്ടിലിടാനിടയായത് എന്ന് തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അറിയാം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവ് അവർ ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നീതി പുലർത്തി. അവർ ഒരിക്കലും പ്രതിമയ്ക്ക് കൂട്ടുനിന്നില്ല. രാജ്യത്തിലെ രാജാവ് പറഞ്ഞു, ഞങ്ങൾ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന, രാജ്യത്ത് വെച്ചിരിക്കുന്ന ഈ പ്രതിമയ്ക്ക് മുമ്പിൽ എല്ലാവരും എന്ത് ചെയ്യണം? ആരാധന അർപ്പിക്കണം എന്ന് പറയുമ്പോൾ തീച്ചൂളയുടെ ബലം വർദ്ധിച്ചു വന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതി അവിടെ വെളിപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോവ് അവർ ദൈവത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിന്നു, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിലകൊണ്ടു. അതുകൊണ്ട് രാജാവ് വെച്ചിരിക്കുന്ന പ്രതിമയേക്കാൾ, ബിംബത്തെക്കാൾ, മൂർത്തിയേക്കാൾ എനിക്ക് വലുത് ദൈവത്തിന്റെ സ്നേഹമാണ്, അവന്റെ കൽപ്പനയാണ്, അവന്റെ വചനമാണ്. അതുകൊണ്ട് തീയുടെ ബലം വർദ്ധിച്ചപ്പോഴും തീയുടെ ചൂളയ്ക്കകത്തേക്ക്, തീച്ചൂളയ്ക്കകത്ത് വലിച്ചെറിഞ്ഞപ്പോഴും നാലാമനായി ദൈവം അവിടെ അത്ഭുതകരമായി രക്ഷിച്ചു എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിനാൽ നീതിക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് ദൈവം എക്കാലത്തും ഒരു സംരക്ഷകനായി മാറുന്നു. ദൈവം എക്കാലത്തും ഒരു സുരക്ഷിത വലയത്തിൽ ആക്കുവാൻ തയ്യാറാകുന്നു. യെരമ്യാവിനെ കുറിച്ച് പഠിച്ചാട്ട് പ്രിയരെ, യെരമ്യാവ് ദൈവത്തിന്റെ വചനം ശക്തിയോടെ ബോഡ്ലി ആയിട്ട് സംസാരിപ്പാനിടയായി. വളരെ ഉറപ്പോടെ, ധൈര്യത്തോടെ രാജ്യത്തിന് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, പ്രഭുക്കന്മാർക്ക് വേണ്ടി, പുരോഹിതന്മാർക്ക് വേണ്ടി സംസാരിപ്പാനിടയായി. അത് നിമിത്തം എന്താണ് സംഭവിച്ചെന്നറിയാമോ? ഒരുപാട് അടിയും ഉപദ്രവവും യെരമ്യാവിന് ലഭിക്കാനിടയായി. യെരമ്യാവ് തടവിലാക്കപ്പെടുവാനിടയായി, യെരമ്യാവ് പീഡിപ്പിക്കപ്പെടുവാനിടയായി. കണ്ണീരിന്റെ പ്രവാചകൻ എന്നാണ് യെരമ്യാവിനെ കുറിച്ച് പറയുവാനിടയായത്. യെരമ്യാവിന്റെ പ്രവചനങ്ങൾക്ക് ദൈവ ശബ്ദത്തിന് മറുതലിച്ചത് കൊണ്ട് ഒരു വിലാപഗീതം എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറക്കാനിടയായി. ആ വിലാപഗീതം ഒന്ന് പഠിക്കണം. രാജ്യത്ത് നേരിട്ട പ്രയാസങ്ങൾ എന്തുമാത്രം വളരെ വലുതാണ് എന്നുള്ളത്. കാരണം ദൈവവചനം എന്ന് തിരസ്കരിക്കുന്നുവോ, ആരൊക്കെ പുറന്തള്ളുന്നോ അല്ലെങ്കിൽ മാറി നിൽക്കുന്നുവോ അവർക്കൊക്കെ ദൈവത്തിന്റെ ന്യായവിധി ചരിത്രത്തിന്റെ ഭാഗമായി വെളിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് വചനത്തെ സ്നേഹിക്കണം, വചനത്തെ ബഹുമാനിക്കണം, വചനത്തെ ആദരവോട് കാണണം. നമുക്ക് പലവിധമായ അറിവുകളോ ജ്ഞാനങ്ങളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് പോഷത്വം വിളിച്ചു പറയരുത്.
ദൈവഹിതമല്ലാത്ത ഒന്നും സംസാരിക്കരുത്. നമുക്ക് അറിവില്ലാത്ത പല മേഖലകളുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിലകൊള്ളണം. അങ്ങനെ ദൈവത്തിന്റെ ജ്ഞാനത്തിലും അഭിഷേകത്തിലും വചനത്തിലും നിലകൊള്ളുമ്പോൾ നമ്മളെ ആദരിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഉയരത്തിലുണ്ട്. അതുകൊണ്ട് വചനത്തെ തിരസ്കരിക്കാൻ നമ്മൾ ആവുള്ളതല്ല, വചനത്തെ തിരസ്കരിക്കാൻ നമ്മൾ ആരുമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. പൗലോസിന്റെ ശീലാസിന്റെ ഒക്കെ അനുഭവം നമുക്ക് നന്നായിട്ട് അറിയാം. യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം പ്രഘോഷിച്ച നിമിത്തം പ്രിയമുള്ളവരെ എന്താണ് സംഭവിച്ചെന്നറിയാം? ശക്തമായ അടിയാണ് പൗലോസിന്റെ ജീവിതത്തിൽ ഏൽക്കുവാനിടയായി. എത്രയോ തവണ ജയിലിൽ പോകുവാനിടയായി. വചനം പ്രവൃത്തി പുസ്തകം 16-ാം അധ്യായം 25-ാം വചനം അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്ന ഒരു ഹൃദയമാണ് ആർക്ക് ലഭിക്കാനിടയായി? പൗലോസിനും ശീലാസിനും ലഭിക്കാനിടയായി. അത് നിമിത്തം എന്താണ് സംഭവിച്ചെന്നറിയാമോ? കാരാഗ്രഹത്തിന്റെ ചങ്ങലകൾ തകരുവാനിടയായി. കാരാഗ്രഹ പ്രമാണി ഭയപ്പെടാനിടയായി. ജയിലിൽ അകത്ത് കഴിഞ്ഞവരെല്ലാം സ്വതന്ത്രരാക്കാനിടയായി. എല്ലാവരും രക്ഷപ്പെട്ടു എന്നാണ് വിചാരിച്ച്. എങ്കിലും കാരാഗ്രഹ പ്രമാണി സ്വയം ആത്മഹത്യക്ക് തയ്യാറായപ്പോൾ പൗലോസ് വിളിച്ചു പറയുന്നു, സ്വയം ആത്മഹത്യക്ക് തയ്യാറാകരുത്, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുകയാണ്. കാരാഗ്രഹ പ്രമാണിക്ക് പോലും മനസ്സാന്തരം വന്നു. കാരാഗ്രഹ പ്രമാണി കുടുംബം സ്നാനപ്പെട്ട ഒരു ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് വചനം ജനഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. വചനം ബന്ധിക്കപ്പെട്ടവരെ സ്വതന്ത്രമാക്കുന്നു. വചനം മനസ്സിനകത്ത് വലിയ മാറ്റം സംഭവിക്കുന്നു. അതുകൊണ്ട് ദൈവ വചനത്തിൽ നാം നിലനിൽക്കാനിടയാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനം പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരെന്താണ്? ഭാഗ്യവാന്മാർ. വിശുദ്ധ കാര്യങ്ങളിൽ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വേദന സഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, പരിശുദ്ധനായ ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി ജീവിക്കുവാൻ ഇന്ന് രാത്രിയിൽ തയ്യാറാക്കപ്പെടുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണമെന്നാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. ഓക്കെ, ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിലെ ദുഃഖം ഒരിക്കലും ദുർഘടങ്ങളെ മാറ്റിവെക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലെ വേദനകൾ, ദുഃഖം, കഠിനമായ അവസ്ഥ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്ന് പറയരുത്. പ്രശ്നങ്ങൾക്ക് അപ്പുറത്തൊരു വിടുതലുണ്ട് എന്ന് തിരിച്ചറിയുക. ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് പിറന്നെടുത്ത നന്മയ്ക്കും വിശ്വസ്തതയ്ക്കും ദൈവത്തിൽ നമുക്ക് അനുഗ്രഹമുണ്ട്. നാം വളർത്തിയെടുക്കുന്ന സഹനശക്തി ഉണ്ടല്ലോ, നാം വളർത്തിയെടുക്കുന്ന ത്യാഗത്തിന്റെ മനോഭാവമുണ്ടല്ലോ, കഷ്ടതയെന്ന വേദനയെന്ന അതിൽ അനുഭവിച്ചറിയുന്ന ശ്രേഷ്ഠമാകുന്ന സന്തോഷമുണ്ടല്ലോ, അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്കതിന്റെ ശക്തിയും മഹത്വം തിരിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ദുഃഖങ്ങളുടെ മുകളിൽ, കഷ്ടതയുടെ മുകളിൽ, വേദനയുടെ മുകളിൽ ദൈവത്തിനൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം ശാശ്വതമാണ്. ആ വാഗ്ദാനത്തിനകത്ത് പ്രതിഫലമുണ്ട് എന്ന് ഇന്ന് രാത്രിയിൽ ആമേൻ പറഞ്ഞ് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയോ? ഹല്ലേലൂയ. ദുഃഖങ്ങളെ കണ്ടിട്ട് ഓടിപ്പോകുന്നവനല്ല ദൈവം. കഷ്ടതകളും വേദനകളിലും സന്തോഷം കണ്ടെത്തുന്ന ആത്മീയനെയാണ് ഇന്ന് രാത്രി ദൈവം അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. സ്വന്തം വീടില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടരുത്, ജോലിയില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടരുത്. എനിക്ക് ജീവിതത്തിൽ എവിടെയൊക്കെയോ ശൂന്യത നേരിടുന്നു എന്ന് കണ്ട് ഭാരപ്പെടരുത്. അതിനകത്ത് പിറന്നെടുക്കുന്ന ഒരു നന്മയുണ്ട്. അതിനകത്ത് ഉത്ഭവിക്കുന്ന ദൈവത്തിന്റെ നീതിയുണ്ട്. ആ വിശുദ്ധതയും ദൈവത്തിന്റെ അനുഗ്രഹവും നാം തിരിച്ചറിയണം. ദൈവം സമീപസ്ഥനായ ദൈവമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക. 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 12-ാം വചനം നമുക്കൊന്ന് വായിക്കാം. വേഗത്തിൽ നമ്മുടെ ദാസു വായിച്ചാൽ 2 തിമോത്തിയോസ് 3:12 വായിച്ചാട്ട്. അപ്പൊ ശ്രദ്ധിക്കണം, എന്താ തിരുവെടുത്ത് പറയുന്നത്? ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്ത് ലഭിക്കും പറയുന്നത്? ഉപദ്രവം ലഭിക്കും. കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. ആരുടെയൊക്കെ ജീവിതത്തിൽ ഉപദ്രവമുണ്ട് യേശു ക്രിസ്തു നിമിത്തം, ഒന്ന് ശ്രദ്ധിച്ചേ. തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. ഒന്ന് നന്നായിട്ടൊന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഭക്തിയോടെ, സത്യസന്ധതയോടെ, നേരോടെ, സൗമ്യതയോടെ, താഴ്മയോടെ ഒന്ന് ജീവിക്കാൻ ശ്രമിച്ചേ. എല്ലാവരും നമുക്ക് മുകളിൽ വാടാൻ ശ്രമിക്കും, നമ്മളെ ഉപദ്രവിക്കും, നമുക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കും.
നമ്മുടെ ജീവിതത്തിന് ഹാനി ഉണ്ടാക്കാനിടയാകും. അതുകൊണ്ട് ക്രിസ്തുവിൽ ഭക്തിയോട് ജീവിക്കുന്നവർക്ക് എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകുന്നല്ലേ തിരുവെടുത്ത് പറയുന്നത്. അതുകൂടാതെ റോമാ ലേഖനത്തിൽ 8-17-18 വചനം എന്താണ് പറയുന്നത്? നാം ദുഃഖങ്ങളാൽ പങ്കാളികളാകും തോറും നീതിയിലേക്ക് നാം പങ്കാളികളാകുമെന്ന്. അതുകൊണ്ട് തിരുവെടുത്ത് കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീതി നിമിത്തം സഹിക്കുന്നവർ ഈ ഭൂമിയിൽ ഒരിക്കലും അവർ ഒറ്റപ്പെട്ടവരല്ല. അവർക്കുള്ള പ്രതിഫലം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താട്ട്. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ മക്കളെ, വിശ്വസ്തരായി നിൽക്കൂ, വിശ്വസ്തരായി നിൽക്കൂ. ദൈവത്തിന്റെ ഫലം ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടും. ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യുക. നിങ്ങൾ ആത്മവീര്യമുള്ളവരായി, സ്വാതന്ത്ര്യത്തിൽ സഹിഷ്ണുതയുള്ളവരായി മുന്നോട്ട് വരും. ദൈവം പറയുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ഇവിടെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സുഖ സൗകര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ദൈവത്തിന്റെ കൃപയും അവന്റെ സാന്നിധ്യത്തിലുള്ള ക്ഷണമാണ് ഇവിടെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ മനസ്സിലാക്കണം, നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ സത്യവിശ്വാസം, നമ്മുടെ ദൈവത്തോടുള്ള നീതിപൂർവമായ ഒരു ജീവിതം, അത് വളരെയും പ്രധാനമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ മനസ്സിലാക്കി, നീതി നിമിത്തം ജീവിക്കുന്നവർക്ക് ഈ ലോകം എപ്പോഴും എതിരാണ്. എല്ലാവരും ചേർന്ന് എന്നോട് പറഞ്ഞാട്ടോ, നീതി നിമിത്തം ജീവിക്കുന്നവർക്ക് ഈ ലോകം എപ്പോഴും എതിരാണ്. ഒരിക്കൽ കൂടെ എന്നോട് ചേർന്ന് പറഞ്ഞാട്ട്, നീതി നിമിത്തം ജീവിക്കുന്നവർക്ക് ഈ ലോകം എപ്പോഴും എന്താണ്? എതിരാണ്, എതിരാണ്. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിച്ചേ മതിയാകിക്കൊള്ളും. ദൈവവചനത്തിലുള്ള ശക്തി, സ്വഭാവവും അധികാരവും വെളിപ്പെട്ടേ മതിയാകിക്കൊള്ളും. അതുകൊണ്ട് അതിന്റെ നടുവിൽ തള്ളിപ്പറയൽ, ശാരീരിക ഉപദ്രവം, പരിഹാസം, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കാം. എന്നാൽ ഇവിടെ ഒരു വ്യക്തമായ സന്ദേശം ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കുന്നു. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഭൂമിയിലെ കഷ്ടപ്പാടുകൾ കഴിഞ്ഞാൽ ശാശ്വത ഒരു ജീവിതമുണ്ട്. ദൈവം തന്റെ ഭക്തന്മാർക്ക് ഒരു സ്ഥാനം ഒരുക്കുന്നുണ്ട്. അതിന് ദൈവം ഇവിടെ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. വായിക്കാമോ? 2 കൊരിന്ത്യർ 4:17 എന്താണ് പറയുന്നത്? സുവിശേഷം വായിച്ചാൽ ആമേ. എന്താ തിരുവെടുത്ത് പറയുന്നത്? നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഫലം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നോക്കണേ, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഫൈനാൻഷ്യൽ പ്രോബ്ലം, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന സമൂഹത്തിലുള്ള പ്രോബ്ലം ഒരുപാടുണ്ടല്ലോ. ഹല്ലേലൂയ. ജോലി സംബന്ധമായ പ്രോബ്ലം, കുടുംബത്തിലുള്ള സഹോദരിമാരുള്ള സൗന്ദര്യ പിണക്കങ്ങൾ, മാതാപിതാക്കളിൽ നിന്നുള്ള പ്രയാസങ്ങൾ, മക്കളിൽ നിന്നുള്ള പ്രയാസങ്ങൾ, ഒരുപാട് അയൽവാസികളിൽ നിന്നുള്ള പ്രയാസങ്ങൾ, ജോലി സ്ഥലത്ത് നേരിടുന്ന പ്രയാസങ്ങൾ, നാം ഉൾപ്പെട്ടിരിക്കുന്ന ഫെലോഷിപ്പിനകത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ, സമൂഹത്തിന് നടുവിൽ വളരെയധികം പ്രതികൂലങ്ങൾ, രാജ്യത്തിന്റെ തലത്തിൽ, മതത്തിന്റെ തലത്തിൽ ഒക്കെ നേരിടുന്ന പ്രതികൂലങ്ങൾ അനവധിയാണല്ലോ. അവയൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ തിരുവെടുത്ത് പറയുന്നു, യേശു ക്രിസ്തു നിമിത്തം നേരിടുന്ന പ്രയാസങ്ങൾ അത് വളരെ വലുതായിരിക്കട്ടെ എങ്കിൽ ഒരു കാര്യം ഇന്ന് രാത്രി ആത്മാവ് ഓർമ്മിപ്പിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ കഷ്ടം ദൈവദാസന്മാർ വിളിച്ചു പറയുന്നു. ജീവിതത്തിൽ ചപ്പെന്നും ചവറെന്നും എണ്ണുന്ന ഒരു ലോകത്തിന്റെ നടുവിലാണ് അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്നത്. അവർ തങ്ങളുടെ സമ്പത്തിനേക്കാൾ, അധികാരത്തെക്കാൾ, ശ്രേഷ്ഠതയേക്കാൾ, മാന്യതയേക്കാൾ, എല്ലാവിധമായ സൗകര്യങ്ങളെക്കാൾ അപ്പുറത്ത് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് അവർ കണ്ടു. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് അവർ കണ്ടു. അതുകൊണ്ട് അവർ വിളിച്ചു പറയാണ്, ഞങ്ങൾക്ക് നേരിടുന്ന കഷ്ടതകൾ എന്തുമായിക്കോട്ടെ, അത് നിമിത്തം ഞങ്ങൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. അനവധിയായി, അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യ കനം ഞങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നു എന്ന്. ഹല്ലേലൂയ. സഹസ്രാബ്ദ വാഴ്ചയിൽ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന ആ മഹത്വം ഒന്ന് കാണണം. സ്വർഗ രാജ്യത്തിൽ ദൈവം വേളി ഒരുക്കുന്ന സ്ഥലത്ത് ഭക്തന്മാർക്ക് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി കിരീടങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നതൊന്ന് ഓർക്കണം. അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് അഭിഷിക്തന്മാർ വാ തുറന്ന് വിളിച്ചു പറയുകയാണ്. അവർ പറയുന്നു, കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യ. ഇന്ന് ഞങ്ങൾക്ക് മക്കളെ കാണും, ഇന്ന് ഞങ്ങളുടെ മക്കളുടെ സമ്പത്ത് കാണും,
ഇന്ന് ഞങ്ങളുടെ സൗകര്യം കാണും, ഇന്ന് ഞങ്ങളുടെ ഫെസിലിറ്റി കാണും. പക്ഷെ ഞങ്ങൾക്ക് കാണാത്ത ചിലതുണ്ട്. അത് ഞങ്ങൾ കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ ബാങ്ക് ബാലൻസും ഞങ്ങളോടുകൂടെ തീർന്നു പോകും. ഞങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും. ഞങ്ങൾ വൃദ്ധരാകും, ഞങ്ങൾ ബലഹീനരാകും, ഞങ്ങൾ കൂണികളാകും, ഞങ്ങൾ കണ്ണു കാണാത്തവരായി മാറും. ഞങ്ങളുടെ തൊലി സ്കിന്ന് ചുളുങ്ങുവാനിടയാകും. എന്നാൽ അകത്തളത്തിൽ ആത്മാവിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അനുഭവിക്കുന്ന ഭക്തൻ വിളിച്ചു പറയുന്നു, ഞങ്ങൾ ഇന്ന് കാണുന്നത് താൽക്കാലികമാണ്, ഞങ്ങൾ കാണാത്തതോ നിത്യമാണ്. അവിടെ ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: ചുറുചുറുക്കോടെ ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരു കാലം. യേശു ക്രിസ്തുവുമായിട്ട് സ്വർഗീയ ശരീരം കൊണ്ട് അവൻ നിലനിൽക്കാവുന്ന ഒരു രാജ്യം, എന്നേക്കുമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം, സമാധാനം മുഴുവനായി നൽകുന്ന ഒരു സ്വാതന്ത്ര്യം, അവൻ എവിടെയോ സന്തോഷം നിലനിൽക്കുന്ന ഒരു സ്വാതന്ത്ര്യം, അവൻ നീതിയാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വാതന്ത്ര്യം, അത് വാഗ്ദത്തത്താൽ കാണുകയാണ്, പ്രത്യാശയോടെ കാണുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ എല്ലാവരും സന്തോഷിച്ചുകൊണ്ടിരിക്കട്ടെ. ഇവിടെ ദൈവവചനം പറയുന്നു, ഞങ്ങൾ കാണാത്തതിനെ ഞങ്ങൾ നോക്കി കാത്തിരിക്കുകയാണ്, അത് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്ത് യേശു ക്രിസ്തു നമുക്ക് മാതൃകയായി മാറിയിരിക്കുന്നു. യേശു സ്വയം ഉപദ്രവം സഹിച്ചു എന്നല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിഹാസങ്ങൾ വന്നപ്പോഴും ക്രൂശിക്കപ്പെടുന്ന അനുഭവങ്ങൾ വന്നപ്പോഴും യേശു എന്താണ് ചെയ്തത്? ക്ഷമിപ്പാനിടയായി പ്രാർത്ഥിച്ചു. തന്നെ ക്രൂശിച്ച, തന്നെ കൊല്ലാൻ ശ്രമിച്ചവരോട്, ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണമേ. എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പാക്കണം. എല്ലാവരും ആമേൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പ്രാർത്ഥനയിലും വചന പഠനത്തിലും നിലനിൽക്കണം. നീതി അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. ഈ ലോകം എതിരാകുമ്പോൾ സത്യത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. ക്ഷമയും സ്നേഹവും കാണിക്കാൻ തയ്യാറാകണം. എതിരാളികളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനിടയാകണം. ശത്രുക്കളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനിടയാകണം. നമ്മളെ പരിഹസിക്കുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനിടയാകണം. നമുക്കെതിരെ കൂടോത്രം ആവിചാരം ചെയ്യുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനിടയാകണം. നമ്മുടെ സഹോദരവർഗങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനിടയാകണം. ആരെല്ലാം നിന്ദിച്ചാലും പരിഹസിച്ചാലും അവിടെയൊക്കെ സന്തോഷിക്കുന്ന ഒരു ഹൃദയം നമ്മളിൽ സംജാതമാകണം. വചനം പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഹല്ലേലൂയ. ഹൃദയം ഒന്ന് പ്രിപ്പറേഷൻ ചെയ്യണം, ഹൃദയം ഒന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കണം. വചനം പറയുന്നു, 1 പത്രോസിന്റെ ലേഖന 4-ാം അധ്യായം 14-ാം വചനം എന്താണ് പറയുന്നത്? 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 14-ാം വചനം അവിടെ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇവിടെ മെയിൻ പോയിന്റ് ഇതാണ്, യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കണം. ക്രിസ്തുവിന്റെ നാമത്തിൽ നാം കഷ്ടം സഹിക്കണം. വചനം പറയുന്നു, ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മത്തായി സുവിശേഷം 5:11-12 പറയുന്ന തിയറി എന്താണ്? എനിക്ക് വേണ്ടി നിങ്ങൾ ഉപദ്രവം സഹിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രതിഫലം സ്വർഗത്തിലുണ്ടാകുന്നു. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവീ. അതിരുകൾ മാന്തുമ്പോൾ അമ വെട്ടോത്തിയും കൊണ്ട് പോകാനല്ല ദൈവം പറയുന്നത്. എന്നെയും നിങ്ങളെയും കയറി ഹല്ലേലൂയ അവയ്ക്കാതി പറയുമ്പോൾ പ്രതികാരം ചെയ്യാനല്ല ദൈവം പറയുന്നത്. ദോഷങ്ങൾ കുമിഞ്ഞുകൂടട്ടെ, അപകടങ്ങൾ കുമിഞ്ഞുകൂടട്ടെ, പ്രതികാരദാഹികൾ കുമിഞ്ഞുകൂടട്ടെ, ലജ്ജിപ്പിക്കുന്ന ശക്തികൾ കുമിഞ്ഞുകൂടട്ടെ. പക്ഷെ അവിടെയെല്ലാം സഹിഷ്ണുത വളരെ വലുതാണ്, ക്ഷമ വളരെ വലുതാണ്, സത്യസന്ധത വളരെ വലുതാണ്. ഇതിലൊക്കെ നിലനിൽക്കുന്നവർക്ക് വേണ്ടിയാണ് സ്വർഗരാജ്യം എന്ന് തിരുവെടുത്ത് പറയുന്നത്. ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ടോ? തിരുവെടുത്ത് പറയുന്നു, നിങ്ങൾ നീതി അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ, അത് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം നിങ്ങളുടെ വശത്താണ്. ലോകം മുഴുവൻ നമ്മളെ തെറ്റിദ്ധരിച്ചാലും അതുകൊണ്ട് ക്ഷമ, സ്നേഹം, വിശ്വാസം ഇവയൊക്കെയാണ് നമ്മുടെയൊക്കെ ആയുധം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് എത്രയോ രക്തസാക്ഷികളായവരുടെ ചരിത്രം ഈ ലോകത്ത് നിലനിൽക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് പ്രതികരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അവർ ദൈവത്തിന്റെ മഹത്വം കണ്ടു.
ഹല്ലേലൂയ. ക്ഷമ തിരഞ്ഞെടുത്തു, സ്നേഹം തിരഞ്ഞെടുത്തു, വിശ്വാസം തിരഞ്ഞെടുത്തു. സ്വന്തം കൂടപ്പിറപ്പങ്ങൾ തള്ളിക്കളയുമ്പോഴും പെറ്റതള്ള തൻ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കുകയില്ല എന്ന് പറയുന്ന ആ അനന്തമായ സ്നേഹം ഇന്നും നിലനിൽക്കുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുക, നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുക, നീതി നിമിത്തം കഷ്ടപ്പെടാൻ തയ്യാറാകുക. അങ്ങനെ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനം എന്താണ്? ഒരു പുതിയ ജീവിതം നമുക്ക് നൽകുകയാണ്, ഒരു ശാശ്വതമായ പ്രതിഫലം നമുക്ക് നൽകുകയാണ്, ദൈവ സാന്നിധ്യത്തിൽ അന്തിമമായ ഒരു സമാധാനം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് യേശുനാഥൻ വിളിച്ചു പറയുന്നു, ലോകം നിങ്ങളെ വെറുക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, അതിനു മുമ്പേ എന്നെ ഈ ലോകം വെറുത്തു എന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 20 വരെ. പച്ച മരത്തോട് ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഉണങ്ങിയ മരത്തിന് എത്രയധികമെന്നല്ലയോ വചനം പറയുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ലോകം വെറുത്തുവെങ്കിൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ഒരിക്കലും പുൾപീറ്റ് തരത്തില്ല, ഓശാന പാടത്തില്ല, മാലകളും ഹാല് കൊണ്ട് സ്വാഗതം ചെയ്യത്തില്ല, ബാൻഡുമേളയും വലിയ ആഡംബരങ്ങളും ഒക്കെ സംവിധാനങ്ങൾ ഒരുക്കി തരത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത് പട്ടുമെത്തയുടെ ഒരു മാർഗമല്ല, സുഖലോലുപതയുടെ ഒരു മാർഗമല്ല. യേശു ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത് ആഡംബരത്തിന്റെ മാർഗമല്ല. യേശു ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാൾ ഞാൻ വലിയവനാണെന്ന് കാണിക്കുന്ന മാർഗമല്ല. യേശു ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത് അവനെ അനുഗമിക്കുന്നവർ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുവാനിടയാവും. അവനെ അനുഗമിക്കുന്നവർ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടും, മറ്റുള്ളവരാൽ ഉപദ്രവേൽക്കപ്പെടും, മറ്റുള്ളവരുടെ കയ്യാൽ അവന്റെ തല ഛേദിക്കപ്പെടും, അവൻക്ക് മരണം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതുപോലെ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഏറ്റുവാങ്ങിയാൽ മതിയാകുള്ളൂ. വചനം പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഒറ്റപ്പെടുത്തലുണ്ടാകും കുടുംബത്തിൽ, കുഞ്ഞുങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട്, ഭാര്യയുടെ നടുവിൽ നിന്നുകൊണ്ട്, ഭർത്താവിന്റെ നടുവിൽ നിന്നുകൊണ്ട്, സഹോദരങ്ങളുടെ നടുവിൽ നിന്ന് ഒറ്റപ്പെടുത്തുകൾ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിങ്ങളുടെ ദൃഢവിശ്വാസം വർദ്ധിച്ചു വരണം. നിങ്ങൾക്ക് വേണ്ടി ഒരു കിരീടം സ്വർഗത്തിലുണ്ട് എന്ന് പൗലോസ് പറയുന്ന പദം എത്രയോ ശ്രദ്ധേയമാണ്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ 8-9 വചനം, ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും അടിച്ചമർത്തപ്പെടുന്നു എങ്കിലും ചിതറുന്നില്ല. ഞങ്ങൾ ദുഃഖം അനുഭവിക്കുന്നു, പക്ഷെ മറ്റുള്ളവർ സന്തോഷമാകണം. ഞങ്ങൾ വേദന അനുഭവിക്കുന്നു, മറ്റുള്ളവർ കർത്താവിൽ അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങൾ പട്ടിണി കിടക്കുന്നു, മറ്റുള്ളവർ ആരോഗ്യത്തോടെ ജീവിക്കണം. ഞങ്ങൾ ക്രിസ്തു നിമിത്തം സകലതും സഹിക്കാൻ തയ്യാറാണ്, പക്ഷെ നിങ്ങളുടെ വിശ്വാസം ചോർന്നു പോകരുത്, നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കണം. ഇവിടെ പൗലോസ് പറയുന്നു, ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലാലും അടിച്ചമർത്തപ്പെടുകയാണ്, എങ്കിലും ഞങ്ങൾ പതറിപ്പോകുന്നില്ല. ഞങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ഉപദ്രവങ്ങൾ ഏൽക്കുവാൻ ഇടയാകുന്നു. ഉപദ്രവങ്ങളിൽ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് ദൈവത്തിന്റെ ദാസനെ പൗലോസ് വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെടേണ്ടി വന്നാൽ നമ്മൾ സന്തോഷിക്കുന്ന ഒരു ഹൃദയ രൂപം കൊള്ളണം കേട്ടോ. ഉപദ്രവം എന്നതൊരു പരാജയമല്ല പ്രിയരെ. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ ഉപദ്രവം എന്നത് പരാജയമല്ലെന്ന്, അത് ദൈവത്തിന്റെ വിശ്വാസത്തിലുള്ള സാക്ഷ്യമാണ് എന്ന്. സ്നേഹവും ക്ഷമയും നമ്മുടെ ക്രിസ്തുവിന്റെ നിഴലിൽ നടക്കുമ്പോൾ ആവശ്യമായിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നിഴലിൽ നടക്കണം. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകണം. ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണം. ഓക്കെ, അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. സ്തെഫാനോസിന്റെ ജീവിതത്തിൽ പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായം പഠിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, യേശു ക്രിസ്തു നിമിത്തം ഹല്ലേലൂയ സഹിച്ച ആദ്യത്തെ ക്രിസ്ത്യാനി എന്ന് വേണം പറയാൻ, ആദ്യത്തെ രക്തസാക്ഷി എന്ന് വേണം പറയാൻ. കല്ലെറിയുമ്പോഴും രാജ്യത്തിലുള്ള ആളുകൾ ഒന്നൊന്നായി തന്റെ ശരീരത്തിൽ കല്ലേറുകൾ വന്ന് പതിയുമ്പോഴും സ്വർഗീയ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ നീതിയാണ് ഇവിടെ വെളിപ്പെട്ടു വരുന്നത്. അപ്പൊ ക്ഷമ എന്ന് പറയുന്ന ഒരു പ്രകാശമാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ ക്ഷമ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രകാശമാണ്. അത് പ്രകാശിക്കേണ്ടതാണ്. അത് പുതിയ ജീവിതം നൽകും. മറ്റു പലരുടെയും ജീവിതത്തിൽ അതൊരു മാനസാന്തരം ഉണ്ടാകും.
ഒരു സ്തെഫാനോസ് മരിച്ചപ്പോൾ മറ്റൊരുത്തന് പ്രകാശമായി മാറി. അതേ ശൗലിനെ ദൈവം രൂപാന്തരപ്പെടുത്തി അവനെ പൗലോസ് എന്ന് പേർ കൊടുത്ത് 14 ലേഖനങ്ങൾ എഴുതാൻ പ്രാപ്തനാക്കി. ലോകത്തിലുള്ള അനേക സഭകൾ സ്ഥാപിക്കുന്നതിന് അവനെ കാരണഭൂതനാക്കി മാറ്റി. അതുകൊണ്ട് പ്രകാശം പരത്തുന്ന ഒന്നാണ് ക്ഷമ. നിങ്ങൾക്കറിയാമോ, ചരിത്രം രക്തസാക്ഷികളെ കൊണ്ട് നിറഞ്ഞു നിന്ന ചരിത്രമാണ് നമുക്ക് പിന്നാമ്പുറങ്ങളിലുള്ളത്. ഡൈട്രിച്ച് ബോൺഹോഫർ 20-ാം നൂറ്റാണ്ടിൽ, പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം, ഹിറ്റ്ലറുടെ അധിനിവേശത്തിനെതിരെ ക്രിസ്തുവിന്റെ നീതി പ്രഘോഷിച്ച ഒരു ക്രിസ്ത്യാനിയാണ്. ജയിൽ വഴിയും മരണത്തിലൂടെയൊക്കെ അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതേ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ദൈവമേ, നീതിയുടെയും സത്യത്തിന്റെയും വഴിയിൽ ഞാൻ ഉറച്ചു നിൽക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ദുഃഖങ്ങളും ഉപദ്രവങ്ങളും നീ കാണുന്നു. എനിക്ക് ധൈര്യവും ആത്മീക ശക്തിയും നൽകണമേ. എനിക്കെതിരെ വരുന്നവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ സത്യത്തെ അറിഞ്ഞ് അവർക്കൊരു മനമാറ്റം ഉണ്ടാകണമേ. നീ നൽകിയ പ്രതീക്ഷയും വാഗ്ദാനവും എന്റെ ഹൃദയത്തിൽ സ്ഥിരമാകട്ടെ. എനിക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗ രാജ്യത്തിലേക്ക് എന്റെ കണ്ണുകൾ സ്ഥിരമായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പ്രിയരെ? നമ്മൾ അപകാശങ്ങൾ അല്ലെങ്കിൽ പരിഹാസങ്ങൾ സഹിക്കാൻ തയ്യാറാകണം. ദൈവത്തിൽ വിശ്വസിക്കുക. പ്രതികാരം ചെയ്യുന്ന ഒരു ഹൃദയം രൂപപ്പെടരുത്. പ്രാർത്ഥന ഉണ്ടാകണം. തള്ളിപ്പറയലുകൾ നേരിടുമ്പോഴും ദൈവവചനത്തിൽ ആഴ്ന്നിറങ്ങാനിടയാകണം. ദൈവത്തെ അങ്ങ് പൂർണ്ണമായി അംഗീകരിക്കാനിടയാകണം. ദുഃഖം വരുമ്പോൾ ക്രിസ്തുവിന്റെ മാതൃക അനുസരിക്കാൻ തയ്യാറാകണം. ദൈവം കൈയൊഴിയയില്ലെന്നുള്ള ചിന്ത ഭരിക്കാനിടയാകണം. ദൈവ മക്കൾ ഗ്രഹിക്കുക, നീതി നിമിത്തം സഹിക്കുന്ന ഓരോ ദുഃഖവും അനന്തമായ ദൈവരാജ്യത്തിൽ സ്വർഗീയ സന്തോഷമായി മാറുകയാണ്. ഹലോ, അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, കുരിശിന്റെ ആകൃതിയിലുള്ള ഒരു ജീവിതം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ക്രൂസിഫോർമാറ്റി ഉണ്ടാകണമെന്ന്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ക്രൂസിഫോർമൽ ജീവിത രീതി നമ്മുടെ ഭാഗമായി മാറണം. ക്രൂസിഫോർമൽ ജീവിത രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? പീഡനത്തിൽ അനുഗ്രഹിക്കപ്പെടുക. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ഫൈനാൻസ് അനുഗ്രഹമേ നമുക്കറിയത്തുള്ളൂ. ആമേ, 1 ഏക്കർ ഉള്ളവൻ 2 ഏക്കർ കൂടെ മേടിക്കുന്ന അനുഗ്രഹമേ ഉള്ളൂ. 10,000 മേടിക്കുന്നവൻ 20,000 മേടിക്കുന്നതിന്റെ അനുഗ്രഹത്തെ കുറിച്ച് അവൻ പറയുന്നുള്ളൂ. 1 നിലയുള്ളവൻ 2 നില കൂടെ മേടിക്കണമെന്ന് പറയുന്ന അനുഗ്രഹമേ അവൻ കാണുന്നുള്ളൂ. അതവന്റെ അനുഗ്രഹം. എന്നാൽ ക്രിസ്തുവിൽ അനുഗമിക്കുന്നവരുടെ ക്രൂസിഫോർമൽ ജീവിത രീതി ഉണ്ടാകണം. പീഡനത്തിൽ അനുഗ്രഹിക്കപ്പെടുക, കഷ്ടപ്പാടുകൾ സഹിക്കുക. ക്രിസ്തുവിന്റെ ജീവിതത്തിലും കഷ്ടപ്പാടുകളിലും പങ്കെടുക്കുക. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായം 10-ാം വചനം ഒന്ന് പഠിക്കണം. സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചോണേ. ഫിലിപ്പിയ ലേഖനം 3:10. അവിടെ പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു പദമുണ്ട്. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്. ആരുടെ മരണത്തോട്? യേശു ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടത് എനിക്ക് അനുഭവിച്ചറിയണം. എന്റെ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ എനിക്ക് അനുഭവിച്ചറിയണം. അതിലൊരു ഫെലോഷിപ്പ് എനിക്കുണ്ടാക്കണം. രാപ്പകൽ സ്വസ്ഥത തരാത്ത കുടുംബത്തിലുള്ളവർ എഴുന്നേൽക്കുമ്പോഴും യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ ഞാൻ പങ്കെടുക്കണം. ഹല്ലേലൂയ. എതിരാളികൾ ഒന്നൊന്നായി എന്റെ ചുറ്റുപാടുകൾ പെരുകുമ്പോഴും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ എനിക്ക് കൂട്ടായ്മയായി മാറണം. യേശു ക്രിസ്തു നിമിത്തം ഞാൻ ഒറ്റപ്പെടേണ്ടി വന്നാലും, ഒരു സമൂഹം മുഴുവൻ എനിക്കെതിരെ നിന്നാലും, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിലുള്ള ഒരു ഫെലോഷിപ്പ് എനിക്ക് അനുഭവിച്ചറിയണം. പൗലോസ് പറയുന്നു, ഇങ്ങനെ വല്ലവിധേനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്കൊരു പുനരുത്ഥാനം പ്രാപിക്കണം. കാരണം സ്വർഗീയ ശരീരം ഏൽക്കണമോ ആമേ കഷ്ടപ്പാട് സഹിച്ച മതിയാകിയുള്ളൂ, വേദന സഹിച്ച മതിയാകിയുള്ളൂ. ക്രിസ്തുവിന്റെ ക്രൂശ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമരം എടുത്തോണ്ട് പോകുന്ന കാര്യമല്ല പറയുന്നത്. നിന്നെയോ പരിഹാസവും വേദനയും എടുത്ത് മുന്നോട്ട് പോകണം. സുവിശേഷം പറയാൻ തയ്യാറാകണം, എങ്കിലേ വേദന വരത്തുള്ളൂ. വരയ്ക്കകത്തിരിക്കുന്നവർക്ക് ഒരിക്കലും വേദന ഉണ്ടാകത്തില്ല. ഈ ലോകത്തിൽ പണം നേടണമെന്നുള്ള ചിന്തയോട് ഭരിക്കുന്നവർക്ക് ഒരിക്കലും വേദന ഉണ്ടാകത്തില്ല. ക്രിസ്തുവിന്റെ സുവിശേഷം നിന്റെ ഓഫീസ് മേഖലയിൽ സംസാരിച്ചു തുടങ്ങണം, നിന്റെ ജോലി സ്ഥലത്ത് സംസാരിച്ചു തുടങ്ങണം. അപ്പോൾ ഒരുപാട് നിന്ന കെട്ടും, ഹല്ലേലൂയ, പരിഹാസം കെട്ടും.
ആമേ ക്രിസ്തുവിന്റെ സുവിശേഷവുമായിട്ട് ആമേ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലണം, മാർക്കറ്റിലേക്ക് കടന്നു ചെല്ലണം, ബസ് സ്റ്റാൻഡിലേക്ക് കടന്നു ചെല്ലണം. ക്രിസ്തുവിന്റെ സുവിശേഷമായിട്ട് സ്വന്തം കൂടപ്പിറപ്പങ്ങളുടെ ഇടയ്ക്കിലേക്ക് കടന്നു ചെല്ലണം. ക്രിസ്തുവിന്റെ സുവിശേഷമായിട്ട് ആമേ സകല ജാതികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലണം. അപ്പോൾ അഭിമുഖീകരിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങൾ, ഒറ്റപ്പെടുത്തുകൾ, അവഗണനകൾ വളരെ വലുതാണ്. ഇതിലെല്ലാം പ്രതിഫലമുണ്ട് എന്ന് ഈ തിരുവെടുത്ത് നമ്മോട് സംസാരിക്കുന്നു. സുവിശേഷം പറയാൻ നമുക്കറിയില്ലയോ? എത്ര വർഷമായി യേശുവിനെ അനുഗമിക്കുന്നു. 2 സെന്റൻസ് യേശുവിനെ കുറിച്ച് പറയാൻ അറിയില്ലയോ? ആർക്കാണ് തെറ്റുപറ്റിയത്? നമ്മുടെ സംഘടനയ്ക്കാണോ, നമ്മുടെ സഭയ്ക്കാണോ തെറ്റുപറ്റിയത്? നമ്മുടെ സുവിശേഷം പറയാൻ നമ്മുടെ സഭ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലയോ? ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്ന് നമുക്കറിയാമോ? അത് നമ്മുടെ സഭ പഠിപ്പിച്ചിട്ടില്ലയോ? എങ്ങനെ ഒരുവരെ ക്രിസ്തുവിൽ ആക്കാമെന്ന് സഭ പഠിപ്പിച്ചോ? നമ്മുടെ ചിന്തയ്ക്ക് ആക്കം കൂട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട വചനം? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഗിരിപ്രഭാഷണത്തിൽ, പർവ്വത പ്രസംഗത്തിൽ ആത്മാവിന്റെ ദാരിദ്ര്യം സമ്പത്താകുന്നിടത്ത് എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ദാരിദ്ര്യം ക്രിസ്തുവിന്റെ താഴ്മയുടെയും സൗമ്യതയുടെയും സ്നേഹത്തിന്റെ സമ്പത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്നു എന്ന്. സൗമ്യത എന്താണ് പറയുന്നത്? ഭൂമി അവകാശമാക്കുമെന്ന്. പീഡനമൊക്കെ എന്താണ്? ഒരു കിരീടമായി മാറുമെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ ഒന്ന് കുറിച്ച് പഠിക്കണം. അവരുടെ പാരമ്പര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പഠിപ്പിക്കണം. ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: പഴയ നിയമ ഭക്തന്മാർ ദൈവവചന നിമിത്തം അവർ വെറുക്കപ്പെടാനിടയായി, നാട് കടത്തപ്പെടുവാനിടയായി, തടവിലാക്കപ്പെടുവാനിടയായി, അനേക ദൈവഭക്തന്മാരെ കൊല്ലപ്പെടുവാനിടയായി. യിരെമ്യാ 20:2 വചനം പഠിക്കണം. അതുപോലെ തന്നെ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-10 പഠിക്കണം. ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ പഴയ നിയമത്തിൽ വളരെ ഭയങ്കരമായിരുന്നു. എങ്കിലും അവർ ദൈവവചനത്തിൽ വിശ്വസ്തയോടെ കണ്ടു. അവർ ദൈവിക ദർശനമുള്ളവരായി മാറി. ഈ കാലഘട്ടത്തും നമ്മൾ മനസ്സിലാക്കണം, തിരുവെഴുത്തുകൾ നമ്മളെ പീഡനത്തിലേക്ക് നയിക്കും. യേശു ക്രിസ്തുവിന്റെ വചനം സ്വസ്ഥത നൽകുമോ? യേശു ക്രിസ്തുവിന്റെ വചനം സൗഖ്യം നൽകുമോ? യേശു ക്രിസ്തുവിന്റെ വചനം നമ്മളെ രക്ഷിക്കുമോ? എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ഇത് രക്ഷയുടെ സ്വാഗതം ചെയ്യുന്ന ഒരു ശ്രേഷ്ഠമേറിയ പദമാണെങ്കിൽ പോലും പീഡനം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കേണ്ടുന്ന ഒരു മഹത്തായ ഘടകമാണ്. രോഗസൗഖ്യം എന്ന് പറയുന്നത് ശരീരത്തിൽ നിക്ഷിപ്തമായ ഒരു അനുഗ്രഹമാണെങ്കിൽ പോലും പീഡനം എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി തിരിച്ചറിയണം, ശാരീരിക സൗഖ്യത്തെക്കാൾ അപ്പുറത്ത്, ഭൗതിക സമ്പത്തിന്റെ അനുഗ്രഹത്തെക്കാൾ അപ്പുറത്ത്, ഈ ലോകത്തെ പ്രശംസയ്ക്കും കിരീടത്തിനും അപ്പുറത്ത് യേശു ക്രിസ്തുവിലുള്ള പീഡനം എന്ന് പറയുന്നത് തിരുവെഴുത്തിന്റെ വെളിപ്പാട് വിളിച്ചു പറയുന്ന ഒരു നിമിത്തമാണ്. തിരുവെഴുത്തിലെ വെളിപ്പാടിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നിമിത്തമാണ്. അതുകൊണ്ട് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ അവൻ സത്യത്തെ പിന്തുടരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സത്യമൊന്ന് വെളിപ്പെടുത്തിക്കേ, സ്വഭാവം ദൈവത്തിൻ്റെതായി മാറിക്കേ, നമുക്ക് പീഡനമുണ്ടാകും. എന്നാൽ കള്ളം പറയുന്ന പിശാചിന്റെ സ്വഭാവം വെളിപ്പെടുത്തിക്കേ, പിശാചിന്റെ പ്രവർത്തികൾക്ക് കൂട്ടുനിന്നേ ആഹ്ലാദിക്കുവാനുള്ള ഒരുപാട് വഴികൾ തുറന്നു കിട്ടും. അതുകൊണ്ട് ഇന്ന് രാത്രി തിരിച്ചറിയുക, കഷ്ടപ്പാടിൽ സന്തോഷിക്കുക. എന്റെ സഹോദരന്മാരെ, യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, 1-2 എന്റെ സഹോദരന്മാരെ, നിങ്ങൾ പലതരം പരീക്ഷണങ്ങളെ നേരിടും, അതിനെയൊക്കെ ശുദ്ധമായ സന്തോഷത്തോടെ കണക്കാക്കണമെന്നാ പറയുന്നത്. പലവിധ പരീക്ഷകൾ. നിങ്ങളുടെ ബലഹീനത എന്താണ് നിങ്ങൾ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നിങ്ങളുടെ ബലഹീനത നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ. ആ ബലഹീനതയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുക. ദൈവഗീതമല്ലാത്ത നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി കൂടെ വരുന്ന ബലഹീനതകൾ അതൊരു പരീക്ഷണമല്ലയോ? ആ പരീക്ഷണത്തെ നേരിടുവാൻ ഇവിടെ ദൈവവചനം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവവചനത്താൽ ഒരു ശുദ്ധമായ സന്തോഷം വെളിപ്പെടണം. സ്വർഗത്തിലെ പ്രതിഫലം എന്ന് പറയുന്നത് ഒരു നത്ത കച്ചവടമല്ല, അത് കത്തതയെ അതിജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രതിഫലമാണ്. ക്രിസ്തുവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. എന്നേക്കുമായി മഹത്വത്തിൽ ജീവിക്കാനുള്ള ഒരു തുറന്ന വാതിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് ഹല്ലേലൂയ മദ്യപാനികൾക്കും ദുർനടപ്പുകാർക്കും അവിഹിത ബന്ധം നടത്തുന്നവർക്കും സ്വാർത്ഥമോഹികൾക്കും വേണ്ടിയുള്ളതല്ല ക്രിസ്തുവിന്റെ മാർഗം. ഇവിടെ ശ്രദ്ധിച്ചു കേൾക്കൂ,
നമ്മുടെ ജീവിതം ഒരു അപകടത്തിലേക്കാണോ നീങ്ങുന്നത്? നമ്മുടെ ജീവിതം തെറ്റായ ഉപദേശങ്ങൾക്ക് അധീനപ്പെട്ട ഒരു ജീവിതമാണോ? പോസ്റ്റിൽ പ്രിയപ്പെടുന്നവർ, വഞ്ചനയിൽ പ്രിയപ്പെടുന്നവർ അപകടത്തിലാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ക്രിസ്തുവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ നമുക്കുണ്ടാകണം. ആഴമേറിയ അനുഭവം ഉണ്ടാകണം. ഒന്ന് ഫേസ് ചെയ്യാൻ തയ്യാറാണോ ഒരു അല്പ കഷ്ടത വന്നാൽ? ഇന്ന് പലർക്കും വലിയ കഷ്ടപ്പാടുകളൊന്നുമില്ല. പണ്ടൊക്കെ ആയിരുന്നു കഷ്ടപ്പാടുകൾ. ഇന്ന് മക്കളൊക്കെ പല നിലയിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ട് നമ്മുടെ പല കുടുംബങ്ങളും വളരെ സന്തോഷമാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ നമ്മളൊക്കെ സന്തോഷവാന്മാരാ, ഭാഗ്യവാന്മാരാ. പക്ഷെ ഇതൊക്കെ നല്ലതായി ഇരുന്നോട്ടെ. പക്ഷെ അതിനപ്പുറത്ത് ക്രിസ്തുവിന് വേണ്ടി ചിലതൊക്കെ വില കൊടുക്കാൻ തയ്യാറാകണമെന്ന് ഞാനിവിടെ ആഴത്തിൽ ഓർമ്മപ്പെടുത്തിക്കോട്ടെ. ഹല്ലേലൂയ. കഷ്ടപ്പെടുവാനുള്ള ഒരു മനോധൈര്യം നമുക്കുണ്ടാകണം. വേദന അനുഭവിക്കുന്ന ഒരു മനോബലം നമുക്കുണ്ടാകണം. ജീവിതത്തെ ഒന്ന് തുറന്നു കാട്ടുവാൻ ഇനി ഒരു കർത്താവ് ഇവിടെ വരത്തില്ല. ജീവിതത്തെ തുറന്നു കാട്ടാൻ യേശു ക്രിസ്തു നമ്മളെയാണ് അനുവദിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. താഴ്മയുടെയും വിധേയത്വത്തെയും സ്നേഹത്തിന്റെയും കഷ്ടതയുടെയൊക്കെ മാർഗം യേശു കാണിച്ചു തന്നു. ഇനി ഒരു യേശു ക്രിസ്തു വെളിപ്പെടത്തില്ല കഷ്ടപ്പെടാൻ. ഇനി ഒരു പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തു വെളിപ്പെടുകയില്ല. ഇനി ഒരിക്കലായിട്ട് ക്രൂശിക്കപ്പെടാൻ വേണ്ടി ഇനി ഒരു യേശു ക്രിസ്തു വെളിപ്പെടുകയില്ല. ഇനി ക്രൂശിക്കപ്പെടേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഇനി കഷ്ടപ്പെടേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഒരു കർണത്തടിച്ച മറുകർണം കാണിക്കേണ്ടത് ഇനി ഞാനും നിങ്ങളുമാണ്. ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടം യേശു ക്രിസ്തു നിമിത്തമുണ്ടായാൽ അത് സഹിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ പോകേണ്ടത് യേശു ക്രിസ്തു നിമിത്തമാണെങ്കിൽ നാം പോയാൽ മതിയാകുള്ളൂ. നിങ്ങൾക്കറിയാമോ ഇവിടെയുള്ള ഗ്രാമവാസികൾ എത്രയോ പേർ ഒറ്റപ്പെട്ട് കിടക്കുന്നെന്ന്? പഞ്ചായത്തുകാർ കറണ്ട് തരാതെ, വെള്ളം തരാതെ, സ്വന്തം കിടപ്പാട് പോലും അവർക്ക് അനുവദിച്ചു കൊടുക്കാതെ ഒറ്റപ്പെട്ട എത്രയോ ആദിവാസികൾ. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തു നിമിത്തം സ്വന്തം ഭവനം നഷ്ടപ്പെട്ടു. യേശു ക്രിസ്തു നിമിത്തം സ്വന്തം വരുമാനം നഷ്ടപ്പെട്ടു. യേശു ക്രിസ്തു നിമിത്തം ബിസിനസ് നഷ്ടപ്പെട്ടവർ ഇന്ന് രാത്രി തിരിച്ചറിയുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് പ്രതിഫലം ലഭിക്കേണ്ടതല്ലയോ? ഇന്ന് രാത്രി വചനത്തിൽ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം, ആത്മീയ ബലത്തോടെ ജീവിക്കണം. അതിനപ്പുറത്ത് ചില ദൈവിക മർമ്മങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. പഴയ നിയമ ഭക്തന്മാർ എത്രയെത്ര രക്തസാക്ഷികളായി മാറി. അഭിഷിക്തന്മാർ ഈ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഏടുകൾ പഠിക്കുക. എത്രയെത്ര അഭിഷിക്തന്മാർ പീഡിപ്പിക്കപ്പെട്ടു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ആദ്യകാലത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷികളെ ഒന്ന് മനസ്സിലിരുത്തണം. ക്രൂരമായ പീഡനങ്ങളും മരണവുമാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത്. യേശു ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത പുലർത്താൻ തീരുമാനിച്ച നിമിത്തം എത്രയെത്ര പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ രക്തസാക്ഷികളായി. ക്രിസ്തു മതത്തിന്റെ ആദ്യത്തെ 3 നൂറ്റാണ്ടുകളെ കുറിച്ച് വല്ലതും അറിവുണ്ടോ? റോമൻ സാമ്രാജ്യം ക്രിസ്തു മതത്തെ നിയമവിരുദ്ധമാക്കിയിരുന്ന കാലഘട്ടം. റോമൻ സാമ്രാജ്യം സാമൂഹിക ക്രമത്തിന് അപകടകരമായ ഒരു കാലഘട്ടം. ആദ്യകാല രക്തസാക്ഷികളില് ആദ്യത്തെ രക്തസാക്ഷി സ്റ്റീഫനാണെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കണ്ടേ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും ഒരൊറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. ഹല്ലേലൂയ. ജെറുസലേമിന്റെ നടുവിൽ ഒറ്റ പ്രസംഗം. കല്ലെറിഞ്ഞു കൊന്ന ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷി ആരാണ്? സ്റ്റീഫൻ അല്ലയോ? പിന്നീട് ഇങ്ങോട്ട് യാക്കോബിനെ കുറിച്ച് പഠിച്ചേ. ഹെരോദ രാജാവ് എടുത്ത് തകർത്ത് കളഞ്ഞില്ലയോ? അവനെ വധിച്ചു നിലം പരിചയാക്കിയില്ലയോ? അതല്ലേ പ്രവൃത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം വചനം പറയുന്നത്. അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസിനെ കുറിച്ച് പഠിച്ചാൽ ഏകദേശം 108 AD കാലഘട്ടത്ത് അറസ്റ്റ് ചെയ്ത് റോമിലേക്ക് കൊണ്ടുപോയി അവിടെ കാട്ടുമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്ത ആദ്യത്തെ ബിഷപ്പ് അല്ലയോ? സ്മർണയിലെ പോളികാർപ്പിനെ അത്ര പെട്ടെന്ന് ആർക്കും ചരിത്രം പഠിക്കുന്നവർക്ക് മറക്കാൻ പറ്റത്തില്ല. ഏകദേശം 185 AD കാലഘട്ടത്തിൽ ശ്രദ്ധിച്ച് കേൾക്കുക പ്രിയരെ. റോമൻ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ക്രിസ്തുവിനെ നിഷേധിക്കാൻ സ്മർണയിലെ പോളികാർപ്പ് തയ്യാറായില്ല. ജീവനോടെ ചുട്ടുകളഞ്ഞു എന്നാണ് വചനം പറയുന്നത്. അത്ഭുതകരമായി എളുപ്പത്തിൽ പൊള്ളലൊന്നും ഏറ്റില്ലെങ്കിൽ പോലും അതിനാൽ അദ്ദേഹത്തെ കുത്തിക്കൊലപ്പെടുത്തി. ചുട്ടുകളഞ്ഞിട്ട് ചാകാഞ്ഞിട്ട് കുത്തിക്കൊലപ്പെടുത്തി എന്ന് ചരിത്രം പറയുന്നത്. അങ്ങ് ഹാലലി ആഫ്രിക്കൻ സ്ത്രീകളെ കുറിച്ച് പഠിക്കണം. പെർപെച്വ, ഫെലിസ്റ്റിയ എന്നിങ്ങനെ സ്ത്രീകൾ AD 203 കാലഘട്ടത്തിലെ അവർ വടക്കൻ ആഫ്രിക്കൻ സ്ത്രീകളാണ്. അവർ കുലീന സ്ത്രീകളാണ്. അവർ ക്രിസ്തുവിന് വേണ്ടി സന്തോഷത്തോടെ രക്തസാക്ഷികളായി മാറി. ക്രിസ്തുവിന് ശേഷമുള്ള കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ ഒന്നൊന്നായി മനസ്സിലാക്കുക.
ക്രിസ്ത്യാനികൾ എത്രയോ പേർ ത്യാഗം സഹിച്ചു. കാരണം എന്താണെന്നറിയാമോ? അവരുടെ ഹൃദയത്തിലെ ദർശനം യേശു ക്രിസ്തു എന്ന നാമത്തിലാണ്. യേശു ക്രിസ്തുവിലുള്ള ദർശനമാണ്. യേശു രക്ഷിക്കുമെന്നും വിടുവിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ രക്തസാക്ഷികൾക്കൊന്നും വിടുതൽ കിട്ടിയില്ലല്ലോ. പക്ഷെ അവർക്കൊന്നറിയാം, ഇന്ന് എന്റെ മർത്യ ശരീരമാണ് ചാകുന്നത്, എന്നാൽ എന്റെ അകമയുള്ള ഒരു ആന്തരികമായ ഒരു ശരീരമുണ്ട്, ഫിത്വരീയ മനുഷ്യനുണ്ട്, അകത്തുള്ള ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ മരിക്കത്തില്ല. അത് ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കൊല്ലാൻ കഴിയത്തില്ല. പീഡനത്തിന്റെ തിരമാലകൾ ചരിത്രത്തിൽ കണക്കിയല്ലയോ? നീറോയുടെ കാലഘട്ടം എന്താണ് പറയുന്നത്? AD 54 റോമിലെ വലിയ തീപിടുത്തത്തിൽ അന്നത്തെ ക്രിസ്ത്യാനികളെ കുറ്റപ്പെടുത്തിയില്ലയോ? പലരും ജീവനോടെ ചുട്ടുകളയും കാട്ടുമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തു എന്നല്ല പറയുന്നത്. ഡൊമിഷ്യൻ ചക്രവർത്തിയെ കുറിച്ച് പഠിച്ചാട്ട് AD 81, 86 കാലഘട്ടത്തിൽ പീഡിപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ എന്താണ് അവർ ചെയ്ത തെറ്റ്? അവർ ദൈവപുത്രനായ ക്രിസ്തുവിനെ സേവിച്ചു എന്നുള്ളതാണ് അവരുടെ തെറ്റ്. ചക്രവർത്തി പറയുന്നത് പോലെ അനുസരിച്ചില്ല. ചക്രവർത്തി പറയുന്ന പോലുള്ള ആരാധന രീതി അവർ സ്വീകരിച്ചില്ല. അതുകൊണ്ട് അവരുടെ ദൃഷ്ടിയിൽ ക്രിസ്ത്യാനികൾ ശത്രുക്കളാണ്. കൊന്നേ മതിയാക്കിയുള്ളൂ. ഡെസിസിന്റെ കാലഘട്ടം AD 249, 251 കാലഘട്ടം പഠിച്ചാട്ട് ഇന്ന് രാത്രി വിശുദ്ധ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ട്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം എന്താണ് അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കും, എന്റെ നിമിത്തം നിങ്ങളെ ഉപദ്രവിക്കും. എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവീൻ. പീഡനമേൽക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ഹൃദയമെന്ന് പറയുന്നത് ഒരു വലിയ രഹസ്യ ഹൃദയമല്ലയോ? ഒരു അത്ഭുത ഹൃദയമല്ലയോ? എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ തുതിച്ചാൽ ഹല്ലേലൂയ.